എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഇഷിതയും മഹേഷും ഒന്നിച്ച് കിടന്ന് കൈ കൊട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു. ആരാണ് ചെയ്തതെന്ന് ഓർത്ത് മഹേഷിനെ നമ്മുടെ ഇഷിത കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മാറി എന്ന് അവരുടെ ഇഷ്ടം സ്വയം ഇങ്ങനെ മനസ്സിൽ തന്നെ പറയുകയാണ്. ശരിക്കും ഇഷിതയ്ക്കും മഹേഷിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മഹേഷിനും ഇഷിതയോട് ഇഷ്ടമുണ്ട്. അപ്പം മഹേഷിന് മനസ്സിലാവേണ്ടത് തൻ്റെ മകൾ ചെയ്തതാണ് ഈ കാര്യം, കാരണം ഞങ്ങൾ അവർ പിണങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മഹേഷിന് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ രണ്ടുപേരും പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ കുറേ ഇങ്ങനെ മാറി മാറി ഇന്ന് സ്വയം സംസാരിക്കുന്ന സീനുകളാണ്. പിന്നീട് നമ്മുടെ മഹേഷ് രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നു, ഇഷിതയും റെഡിയാവുന്നു. അങ്ങനെ ഇഷിത റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചിപ്പിമോൾ മഹേഷിന് ചായയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പിണക്ക് ഇതുവരെ മാറിയില്ലേന്ന് ചോദിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എനിക്കറിയാം, എനിക്കൊരു ട്രിക്ക് ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഇഷിത പുറത്തേക്ക് വരുന്നു. അമ്മയുടെ കൈയൊന്ന് കാണിച്ചെന്ന് പറയും. അപ്പോൾ അവിടെ വലത് കൈ കാണിക്കുക, അപ്പോൾ പറയാതല്ല കൈ മറ്റേ കൈ. അപ്പോൾ മറ്റേ കയ്യിൽ ആ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിപ്പി പറയും, ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറയും. അങ്ങനെ ഇഷിത ഇത് തുറന്നു നോക്കിയെങ്കിൽ മഹേഷ് നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ പറയും, ഈ വാച്ചിൽ എന്തോ ഒരു സൂചി ഉണ്ടല്ലോ നിലയ്ക്കാത്ത. അപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷിത പറഞ്ഞാലും മഹേഷ് കേട്ടുന്നത്. അങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇഷിതയ്ക്ക് കോള് വരും. കോള് വരുന്ന സമയത്ത് ഇഷിത പറയും, അപ്പം മഹേഷ് ചോദിക്കും ഹോസ്പിറ്റലിലേക്കല്ലേ എന്ന് ചോദിക്കും. അല്ല, എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഞാൻ അത് ചെയ്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം മഹേഷ് പറയും, മോളോട് ടാറ്റ പോലും പറയാതെ പോയല്ലോ, ഇനി എന്താ പരിപാടി അറിയില്ലല്ലോ, വല്ല ഗുണ്ടാപ്പണിയാണോ എന്നൊക്കെ ചോദിക്കും, വല്ല കൊട്ടേഷനാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഇഷിത പോകുന്നത് നേരെ നമ്മുടെ ഇഷിത, സുചിത്ര, നമ്മുടെ ആശു എല്ലാം കൂടെ കൈലാസ ആശ്രമത്തിലെത്തുകയാണ്. അങ്ങനെ കൈലാസ ആശ്രമത്തിലേക്ക് അവർ കയറുകയാണ്. കയറി കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റിനെ ചാക്കിട്ട് അകത്തേക്ക് പോകുന്നു. സുചിത്ര അകത്ത് കയറുന്നു. അപ്പോൾ സുചിത്ര കൈലാസിനോട് പറയാൻ എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കൈലാസ് ചാടി എടുക്കും, കല്യാണം കഴിക്കാതെ നിനക്കെന്താ കുഞ്ഞ്. അപ്പോഴത്തേനും ഇഷിത പുറത്തുനിന്ന് അകത്തേക്ക് വരിക, എനിക്കാടാ കുഞ്ഞിനെ വേണ്ടതെന്ന് പറയാം. അങ്ങനെ ആറഞ്ചും പുറഞ്ചും എല്ലാം നന്നായിട്ട് കൊടുക്കുകയാണ്. എടാ, ഞങ്ങൾ നിൻ്റെ തീർത്ത ഫോറൻസിക് റിപ്പോർട്ട് അയച്ചത്, നീ ഫെനൻഡയിലല്ലേ അതിൽ ചേർത്തതെന്ന് മനസ്സിലായിട്ടുണ്ട്, നിന്നെ പോലീസ് എടുക്കാൻ ഇപ്പോൾ വരും, അതുകൊണ്ട് നീ സത്യങ്ങൾ പറഞ്ഞോളാൻ പറയും. അപ്പോൾ അവൻ പറയും, എന്നെ പോലീസിന് കൊടുക്കല്, ഞാൻ എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറയും. അങ്ങനെ ഇവർ കൂട്ടിക്കെട്ടി അവിടെ നിർത്തുന്ന സമയത്ത് സുചിത്രയോട് വീഡിയോ എടുക്കാൻ പറയാം. അങ്ങനെ ഇവൻ പറയുന്ന എല്ലാം വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഗൃഹനില തെറ്റിച്ചാണ് എഴുതിയത്, അതുപോലെ ഇങ്ങനെ കൊടുക്കുന്നത് തീർത്ത് ഇങ്ങനെ കൊടുക്കുന്നത് വീണ്ടും വീണ്ടും ആൾക്കാർ വരാൻ വേണ്ടിയാണ്, അതുപോലെ എടുത്ത് ഇതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം അറിയുന്നു. അപ്പോൾ പിന്നെ അതുപോലെ എങ്ങനെയാണ് കാര്യങ്ങൾക്ക് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് വരുന്നവരുടെ ഇടയിലേക്ക് എൻ്റെ ആൾക്കാരെ പറഞ്ഞുവിടും, അങ്ങനെ ഡീറ്റെയിൽ എല്ലാം മനസ്സിലാക്കി അങ്ങനെയാണ് ആൾക്കാരെ കയ്യിലെടുക്കുന്നതെന്ന് പറയും. അങ്ങനെ അപ്പോൾ കൈലാസ് ചോദിക്കും, എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ, നിന്നെ പോലീസിലൊക്കെ ഇപ്പോൾ വരുന്നു പറയും. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ് ഈ കയ്യിൽ കെട്ടൊക്കെ അഴിച്ച്. പക്ഷേ കൈലാസല്ലേ, കുബുദ്ധിയല്ലേ, അങ്ങനെ പോലീസിനെ വിളിച്ച് വരുത്തുന്ന സമയത്തിന് ഇവൻ ഓടി രക്ഷപ്പെടും. അങ്ങനെ പുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഓടിപ്പോവുകയാണ്, രക്ഷപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഇഷിത പറയും, പേടിക്കേണ്ട, അവനെ ഇനി പോലീസ് പൊക്കട്ടെ, ബാക്കി ഇവിടുത്തെ മയക്കുമരുന്നുകൾ ഇതെല്ലാം കണ്ടെടുത്തല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ 3 പേര് നിൽക്കുന്ന സീനാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിയുകയാണ്. അങ്ങനെ വീട്ടിലും എല്ലാം അറിയുന്ന സമയത്ത് നമ്മുടെ രാമൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ സ്വപ്നവലി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ സമയത്താണ് ഇഷിത വരുന്നത്. അതും ഇഷിതയുടെ തലയിലാണ് അവർ വെച്ച് കെട്ടുന്നത്, കാരണം ഇഷിത കാരണമാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള ഇത് മനസ്സിലാവുന്നു. അങ്ങനെ ഇഷിത പറയുന്നു അവിടെ മയക്കുമരുന്ന് ശേഖരം ഇങ്ങനെയെല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ സ്വപ്നവലി വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പം മഞ്ജുമയും പറയുന്നു ഇതെല്ലാം ഇവളുടെ അടവുകളാണ്, ഇവളാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ വീണ്ടും വരുത്തി തീർക്കുകയാണ്. പക്ഷേ രാമനാഥനെല്ലാം മനസ്സിലാവുന്നു. ഇതേസമയം മാധവൻ്റെ വീട്ടിലും കാര്യങ്ങളെല്ലാം അറിയുന്നു. അങ്ങനെ മാധവ് പറയും, നിങ്ങൾക്കൊന്നും കുറച്ച് ബുദ്ധിയെങ്കിലും ഇല്ലേ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നീട് നമ്മുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും പ്രണയ നിമിഷങ്ങൾ തന്നെയാണ്. ഇങ്ങനെ മഹേഷ് മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇഷിത എടുത്ത് നോക്കുന്നത്. അതുപോലെ മഹേഷ് ഇഷിതയോട് ചോദിക്കുന്നു, നീ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയല്ലായിരുന്നു, അതെന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.